കാര്യങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ടാണ് മാറിമറിഞ്ഞത്. എല്ലാം പൊറുക്കാമെന്ന് കരുതിയപ്പോൾ പുടിനെ ചൊറിഞ്ഞ് പണി മേടിച്ചതാണ് ബൈഡൻ ഭരണകൂടം. അതെ, അമേരിക്കയുടെ കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട് പുടിനിനി അടങ്ങിയിരിക്കാൻ മനസ്സിലെന്ന നിലപാട് സ്വീകരിച്ചും കഴിഞ്ഞു. പക്ഷേ അനുഭവിക്കുന്നതാകട്ടെ ഒന്നും ചെയ്യാത്ത പാവം നിരപരാധികളായ ഉക്രൈൻ ജനതയും. അതേ നിലവിൽ ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നാലുപാടിൽ നിന്നും അവർ ഇപ്പോൾ ആക്രമണം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ കസാന ലക്ഷ്യമിട്ടുകൊണ്ട് ഉക്രൈൻ തങ്ങളുടെ ആക്രമണം അഴിച്ചുവിട്ടത്. അന്നത് സംഭവിച്ചതിന് പിന്നാലെ തന്നെ പുടിൻ തന്റെ പ്രതികരണവും അറിയിച്ചു. അതെ, ഇനി ഒന്നിനെയും വെറുതെ വിടില്ല, അടിക്ക് ഉടൻ തന്നെ തിരിച്ചടി തന്നിരിക്കും. എന്നാൽ പുടിന്റെ മഹാപ്രതികാരം ഇത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയോ ഉക്രൈനോ കരുതിയിരുന്നില്ല. അതെ, അതിഭീകരമായ മുന്നേറ്റമാണ് പടക്കളത്തിൽ അവർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഉക്രൈനിന്റെ അടിവേര് പിഴുതെടുക്കുമെന്ന നിലപാടിലാണ് റഷ്യ. എന്താണ് ഉക്രൈനിൽ സംഭവിച്ചത്? അമേരിക്കൻ ചേരിക്ക് കനത്ത പ്രഹരം നൽകി റഷ്യൻ സൈന്യം ഉക്രൈൻ തലസ്ഥാനത്തെ ആക്രമിച്ചു. റഷ്യയിൽ കടന്നുകയറി നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് വലിയ വിലയാണ് ഉക്രൈൻ ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതിന് ശേഷം നടന്ന ആക്രമണം തടയാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിച്ചില്ല. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈൻ മിലിറ്ററി എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസ്താവന പ്രകാരം ഒറ്റയടിക്ക് 143 പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത്. ഉക്രൈൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചത്. മിസൈൽ സേനകളും പീരങ്കി സേനയും കൂടി ആക്രമണത്തിൽ പങ്കുചേർന്നതോടെ ഉക്രൈനിലെ സകല പ്രതിരോധ കോട്ടകളും ചാമ്പലാകുകയാണുണ്ടായത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 14 ഫിക്സഡ് വിംഗ് ഡ്രോണുകളും വെടിവെച്ചിട്ടുണ്ട്. പ്രത്യേക സൈനിക നടപടിയുടെ തുടക്കം മുതൽ ഒരുപാട് ഉക്രൈനിയൻ യൂണിറ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും പറയുന്നത്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ഉക്രൈൻ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതായത് 650 വിമാനങ്ങൾ, 283 ഹെലികോപ്റ്ററുകൾ, 38,355 ഡ്രോണുകൾ, 590 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, 19,961 ടാങ്കുകളും കവചിത വാഹനങ്ങളും, അതുപോലെ തന്നെ 1,504 റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങൾ, 19,953 പീരങ്കികളും മോട്ടോറുകളും, അതുപോലെ 29,452 സൈനിക ഗതാഗത വാഹനങ്ങൾ. ഇതിനെല്ലാം പുറമെ വോസ്റ്റോക്ക് യുദ്ധ ഗ്രൂപ്പിന്റെ സൈന്യം ഡോണറ്റ്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ അതായത് DPRലെ സ്റ്റൊറേഷോവേ ഗ്രാമത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും റഷ്യൻ സൈന്യം വൻതോതിലാണ് അവിടെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിനുമപ്പുറം റഷ്യയുടെ സെൻട്രൽ യുദ്ധ ഗ്രൂപ്പിന്റെ സേന 13 ഉക്രൈനിയൻ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിച്ചു. 610 സൈനികർ, 2 ടാങ്കുകൾ, ഒരു M113 APC, ഒരു അമേരിക്കൻ മാക്സ് പ്രോ കവചിത വാഹനം, വിവിധ പീരങ്കി സംവിധാനങ്ങൾ എന്നിവ ഇല്ലാതാക്കുകയും ചെയ്തു. ഡോണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക്കിലെ ഡിസർജിൻസ്ക്, അതുപോലെ ഷെർബിനോവ്സ്ക, ലിവോസ്ക, ഷെവ്ചെങ്കോ, ഡാച്ചൻസ്കോയ്, അതുപോലെ നോവലിസ്കോവ, നോവോട്രോഡ്സ്കോ എന്നിവയ്ക്ക് സമീപമുള്ള കാലാൾപ്പടയെയും യന്ത്രവൽകൃത ബ്രിഗേഡുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യൻ സൈന്യം ഉക്രൈൻ പ്രതിരോധ നിര തകർത്തുകൊണ്ട് മുന്നേറി. ബോർഷെവോയ്ക്കും ലെബദേവ്കയ്ക്കും സമീപമുള്ള യന്ത്രവൽകൃതവും പ്രാദേശികവുമായ പ്രതിരോധ ബ്രിഗേഡുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് സെവർ ബാറ്റിൽ ഗ്രൂപ്പ് ഖാർഗോവ് ദിശയിൽ ഉക്രൈൻ സേനയ്ക്ക് കനത്ത നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രം 50 ഉദ്യോഗസ്ഥരും 2 വാഹനങ്ങളും 3 D-13 ഹോവിറ്റ്സുകളും അവർക്ക് നഷ്ടമായി. റഷ്യയുടെ വോസ്റ്റോക്ക് യുദ്ധ ഗ്രൂപ്പിന്റെ സൈന്യം റാസ്ഡോൾഡോയ് ഡൊനെറ്റ്സ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ഡാസ്ലിവ്, സപോറിഷ്യ മേഖലയിലെ ഗുല്യോപോൾ എന്നിവയ്ക്ക് സമീപമുള്ള ഉക്രൈന്റെ മോട്ടറൈസ്ഡ് കാലാൾപ്പട യന്ത്രവൽകൃത ടെറിട്ടോറിയൽ പ്രതിരോധ ബ്രിഗേഡുകളെ ലക്ഷ്യമിട്ടു. ഇതിന്റെ ഫലമായി 155 സൈനികർ, 4 വാഹനങ്ങൾ, ഒരു സീസർ, അക്കാറ്റ്സിയ, സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഹോവിറ്റ്സർ, ഒരു D-20 തോക്ക്, ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്റ്റേഷൻ എന്നിവ ഉക്രൈന് നഷ്ടമാവുകയുമുണ്ടായി. റഷ്യയുടെ യുഗ് ബാറ്റിൽ ഗ്രൂപ്പ് തന്ത്രപരമായ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ഡൊനെറ്റ്സ്ക് പീപ്പിൾ റിപ്പബ്ലിക്കിലെ ഡ്രൂഷ്കോവ്ക, അതുപോലെ കോൺസ്റ്റാന്റിനോവ്ക, ചാസോയാർ, ആൽറ്റമ, കുരാഗോവോ എന്നിവയ്ക്ക് സമീപമുള്ള എയർ മൊബൈൽ ബ്രിഗേഡുകൾ ലക്ഷ്യമാക്കിയുള്ള ഉക്രൈൻ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്തു. ഇവിടെ ഉക്രൈന് നഷ്ടമായതിൽ 400 സൈനികരും ഉൾപ്പെടും. കൂടാതെ ഒരു M113 APC, പലാഡിൻ സ്വയം ഓടിക്കുന്ന ഹോവിറ്റ്സർ, 2 പിക്കപ്പുകൾ, നിരവധി പീരങ്കി സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ തകർക്കപ്പെട്ടു.
റഷ്യയുടെ സപാട്ട് യുദ്ധ ഗ്രൂപ്പിന്റെ സൈന്യം വൻ നാശമാണ് ഉക്രൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈന്റെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത റഷ്യ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയെ വധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്നും കൂടുതൽ വ്യക്തമായിട്ട് അറിയില്ല. ഉക്രൈനിയൻ പാർലമെന്റ് മന്ദിരവും പ്രസിഡന്റിന്റെ കൊട്ടാരവും ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്ന മുന്നറിയിപ്പും ഇതിനകം തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2 ദിവസത്തെ ആക്രമണം ഇതിനെയെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നതും. കീവിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികളും വൻ ആക്രമണ ഭീഷണിയാണ് നിലവിൽ നേരിടുന്നത്. റഷ്യ രോഷാകുലരായി ഉറഞ്ഞു തുള്ളിയ ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ 23. 24ഉം 25ഉം സമാനമായ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ തുടർന്നു വന്നു. അവർ ചോദിച്ചു വാങ്ങിയ തിരിച്ചടിയാണ് ഇതെന്നാണ് ജർമ്മനിയും ഹംഗറിയും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങൾ പോലും വിലയിരുത്തുന്നത്. എന്തായാലും പുടിന്റെ തിരിച്ചടിയിൽ കിടിലം കൊള്ളുകയാണ്. അതായത് സംഭവിച്ചത് എന്താണെന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് റഷ്യയിലെ കസാൻ നഗരത്തിൽ കനത്ത ഡ്രോൺ ആക്രമണത്തിന് ലോകം സാക്ഷ്യം വഹിച്ചത്. അറിഞ്ഞിരിക്കുമല്ലോ. അത് യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്ന ഉക്രൈന്റെ സഖ്യകക്ഷികൾ ആഘോഷമാക്കിയപ്പോൾ പുടിൻ ഇവിടെ ചാടിക്കയറി പ്രതികാര നടപടിക്ക് മുതിരാതെ കനത്ത പ്രഹരം നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അല്ല, അവർക്കുള്ള കൗണ്ട് ഡൗൺ എണ്ണുകയായിരുന്നു എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അതെ, ഈ ചെയ്തിക്ക് നേതൃത്വം കൊടുത്തവർക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുടിൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതികരണം നമുക്ക് നൽകിയത്. എന്നാൽ ഇപ്പോഴിതാ റഷ്യയിൽ എന്തെങ്കിലും നശിപ്പിക്കാൻ ആരെങ്കിലും എത്ര കഠിനമായി ശ്രമിച്ചാലും അവർ സ്വന്തം രാജ്യത്ത് അതിന്റെ പല മടങ്ങ് വലിയ നാശം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അദ്ദേഹം എത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഉക്രൈനിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അതും ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും കനത്തമായ പ്രഹരമാണ് പുടിൻ ഇപ്പോൾ ഉക്രൈന് നൽകിയിരിക്കുന്നത്. തലസ്ഥാനമായ കസാൻ ആക്രമണത്തിൽ നിന്ന് കരകയറുമെന്ന് പുടിൻ ടാറ്റർസ്ഥാന്റെ നേതാവ് റുസ്തം മിന്നിഖാവിനോട് ഉറപ്പ് നൽകിയിരുന്നു. നമ്മുടെ ശത്രുക്കളും എതിരാളികളും നശിപ്പിച്ചതെല്ലാം പ്രാദേശിക അധികാരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പുടിൻ പറഞ്ഞു. പുതിയ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു റഷ്യയുടെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. കൂടാതെ നമ്മുടെ രാജ്യത്ത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഖേദിക്കുകയും ചെയ്യും. അതെ, ഇപ്പോൾ അവർ ഖേദിക്കുകയാണ്. ഡിസംബർ 21 കസാനിൽ നടന്ന ആക്രമണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഇരു ഫാക്ടറികളെയും ലക്ഷ്യമിട്ടായിരുന്നു നടന്നത്. ഇത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെങ്കിലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രാദേശിക അധികാരികൾ വ്യക്തമാക്കിയിരുന്നു. 6 റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും ഒരു വ്യാവസായിക സ്ഥാപനത്തിലും നേരെയായിരുന്നു ആക്രമണം. ഇതിൽ നിരവധി ഡ്രോണുകളെ റഷ്യ വെടിവെച്ചിട്ടിരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കസാനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ട് ഉക്രൈൻ 3 തരംഗ ഫിക്സഡ് വിംഗ് ഡ്രോണുകളാണ് വിന്യസിച്ചിരുന്നത്. ഇതിൽ ഇൻകമിംഗ് UAV-കളിൽ 3 എണ്ണം റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ച് വീഴ്ത്തി. 3 എണ്ണം ആകട്ടെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെ സഹായത്തോടെ തകർത്തതായും റഷ്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഉക്രൈനിൽ നിന്നുള്ള ഡ്രോണുകൾ മോസ്കോയിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലും അനവധി തവണ റഷ്യ തടഞ്ഞിട്ടിട്ടുണ്ട്. ഏതാനും ചിലത് മാത്രമാണ് ലക്ഷ്യങ്ങൾ നേടിയിരുന്നത്. ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയോട് താരതമ്യേന അടുത്തുള്ള പ്രദേശങ്ങളിലാണ്. ഇതിന് വിപരീതമായി ഉക്രൈനിൽ നിന്ന് ഏകദേശം 1379 കിലോമീറ്റർ അഥവാ 857 മൈൽ അകലെയായിട്ടാണ് ഇപ്പോൾ ആക്രമണം നടന്ന കസാൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പിന്നിലും അമേരിക്കയുടെ കരങ്ങളാണെന്നാണ് റഷ്യ സംശയിക്കുന്നത്. ഒക്ടോബറിൽ കസാൻ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഉക്രൈന്റെ പ്രതികാരമാണ് ഭീകരാക്രമണം എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ മരിയ സഖറോവ ആരോപിച്ചിരിക്കുന്നത്. ലോകത്തിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ശക്തിയും സ്വാധീനവും പ്രകടമാക്കിയത് പാശ്ചാത്യ ശക്തികൾക്ക് വലിയ പ്രഹരമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. നമ്മുടെ രാജ്യത്തെ ചലനാത്മകമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ ചേരിയുടെ പിന്തുണയോടെ ഉക്രൈൻ നടത്തിയതെന്നാണ് മരിയ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ ഓർത്ത് ഉക്രൈൻ ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ടാകും. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റും ആരോപിച്ചത്. ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ സെലൻസ്കിയുടെ ഓഫീസ്, സൈനിക ആസ്ഥാനം തുടങ്ങി നാറ്റോ രാജ്യങ്ങളുടെ എംബസികൾ വരെ നിലവിലിപ്പോൾ ആക്രമണ ഭീഷണിയിലാണുള്ളത്. അതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു. സെലൻസ്കിയുടെ ജീവൻ തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ്. റഷ്യ ഏത് രൂപത്തിൽ പ്രതികാരം ചെയ്യും എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ റഷ്യയുടെ പ്രതികാര നടപടി കണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റഷ്യൻ ബോംബാക്രമണത്തിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ വരെ ആക്രമണത്തിന് ഇരയായതിനാൽ ഇപ്പോഴത്തെ ഉക്രൈന്റെ പ്രകോപനത്തിന് റഷ്യ വലിയ തിരിച്ചടി തന്നെ നൽകുമെന്ന് അഭ്യൂഹം ശക്തമായിരുന്നു. റഷ്യയിൽ 9/11 സമാനമായ ആക്രമണമാണ് ഡ്രോണുകൾ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് വഴി നടത്തിയതെന്ന് ആഘോഷിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയുടെ തിരിച്ചടി എങ്ങനെയെന്ന് കണ്ടുകൊള്ളൂ എന്ന വെല്ലുവിളി റഷ്യയിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ടായിരുന്നു.
പുടിൻ തന്നെ തിരിച്ചടി പ്രഖ്യാപിച്ചതിനാൽ അതിനൊപ്പം തന്നെ തിരിച്ചടി നൽകുകയും ചെയ്തതിനാൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും എല്ലാം ഇപ്പോൾ നിലവിൽ വലിയ ആശങ്കയിലാണുള്ളത്. നിലവിലിപ്പോൾ ഉക്രൈനിൽ സംഭവിക്കുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആകുലതയിലാണവർ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോഴാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുടിൻ തന്റെ പ്രതികാരം നടപ്പിലാക്കുന്നത്. പുടിൻ്റെ പ്രതികാര നടപടിയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.